Hello and welcome to Simply Nadan and this is me Anne Benjamin. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇസ് റൈറ്റ് ബിഹൈൻഡ് മീ. ഒരു 300 മീറ്ററേ ഉള്ളൂ ബാക്കിൽ. അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറൻറ്റ്. ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് കോൾഡ് കാന്താരി. അപ്പോൾ കാന്താരി റെസ്റ്റോറൻറ്റ് ആൻഡ് ബാങ്ക്വറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. So we'll go inside and we'll talk to the owner and we'll find out ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണുള്ളത്, ഇവിടുത്തെ ഫുഡ് എന്താണ്, സ്പെഷ്യാലിറ്റി എന്താണ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോൺ ടു ബി സം നാടൻ ഫുഡ്. പക്ഷെ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. സോ കം ഇൻസൈഡ് വിത്ത് മീ. ഓക്കെ, സോ വി ആർ ഹിയർ ഇൻസൈഡ് കാന്താരി ആൻഡ് ദിസ് ഇസ് ദ പേഴ്സൺ ഇൻ ചാർജ്. ഇവിടുത്തെ MD ആണ് അല്ലേ? പേരൊക്കെ പറഞ്ഞോളൂ. അമൽ എന്നാണ് പേര്. ആൻഡ് അമൽ പറഞ്ഞോളൂ, എന്താണ് കാന്താരി തുടങ്ങാനുള്ളത്, അല്ലെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെ ഫുൾ പറഞ്ഞു കാന്താരിയെ കുറിച്ച്. തുടങ്ങണം മീൻസ് ഞാൻ SHM ബാച്ചൗട്ടാണ്, ഹോട്ടൽ മാനേജ്മെൻ്റാണ് പഠിച്ചത്. അപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു പാഷൻ തന്നെയാണ് ഫുഡ് ഇൻഡസ്ട്രിയിലായിട്ടുള്ളത് തന്നെ. പിന്നെ ആദ്യം ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്നാണ് ഈ ഡൗൺ ടു എർത്ത് നാടൻ ഫുഡുകളുടെ ഇത് ഡെപ്ത് എന്താണെന്ന് മനസ്സിലാകുന്നത്. ശരിക്കും നാച്ചുറൽ ഫ്ലേവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഹൈലി കിഡ്ലം ഫുഡ് ഉണ്ടാക്കാമെന്ന് അവിടെ നിന്നാണ് മനസ്സിലായത്. കാരണം നമുക്ക് VIPs ആണെങ്കിലും വരുമ്പോഴത്തേക്കും അവർ പറയുന്ന താജി കഴിച്ചാലും നല്ല ഫുഡാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. അവർ ചിലപ്പോൾ താജിൽ നിന്നായിരിക്കും വരുന്നത് ഹൗസ് ബോട്ടിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പം അങ്ങനെ നമുക്കിങ്ങനെ ഫുഡ് തലക്ക് പിടിച്ചു. അല്ല ഓൾറെഡി ഉണ്ട്, അതിങ്ങനെ ഇച്ചിരി കൂടി ഹൗസ് ബോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് ഭയങ്കര അപ്പം നമുക്ക് മനസ്സിലായി നമ്മളെപ്പോലെ തന്നെ ഫുഡീസ്, അതായത് സാധാരണ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഹോട്ടൽ ലീസ് ചെയ്തു. ഇത് നാടൻ ഫുഡ് ബേസ് ചെയ്ത് ഒരു ഇത് തുടങ്ങി. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ഒപ്പിങ് ചൈനീസ് തന്തൂറാണ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആദ്യത്തെ കുറച്ച് നാൾ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഒരു 2 വർഷത്തോളം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് പോകും. നമ്മൾ ഇതിൻ്റെ പുറകെ നടന്ന് അതിനെക്കുറിച്ച് സ്റ്റഡിയൊക്കെ നടത്തി 2 വർഷം ഗ്യാപ്പ് പോയി. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പഠനത്തിൽ നമ്മൾ വിചാരിച്ചിരുന്ന നാടൻ ഫുഡ് പെട്ടെന്ന് ഹൈപ്പായി. ബട്ട് തന്തൂറും ചൈനീസും ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ അതിൻ്റെ അകത്തോട്ട് ഭയങ്കരമായിട്ട് ലേഡീസും അതെ അത് കുറച്ച് ലേഡീസും പിള്ളേരും ആകുമ്പോഴത്തേക്ക് അവർ അതിലേക്കാണ് പോകുന്നത്. ഇപ്പം അത് മാറി. നമ്മൾ 3 months ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പോൾ അതിൽ നിന്ന് മാറി. ഇപ്പം ആദ്യത്തെ മാസം നമുക്ക് ഫുൾ ചൈനീസിനും തന്തൂറിനുമായിരുന്നു എൻക്വയറീസ്. അപ്പോൾ നമ്മളത് കൊടുത്തു. വന്നിട്ട് നമ്മൾ പതുക്കെ കൺവേർട്ട് ചെയ്ത ആൾക്കാരെ ഫുൾ നാടൻ ഫുഡിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഇവിടെ അതിന് വേണ്ടി. ബട്ട് ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. അതിൻ്റെ കണ്ടിന്യൂസ് റഷ് ആയി എല്ലാം ഓക്കെ ആയിട്ട് വരും. ഓക്കെ, സോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഒരു ബൂൺ, എന്താ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലൈക്ക് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവരും പറയും സിറ്റിക്കകത്ത് വെച്ചാൽ ഇത് കുറച്ച് ഔട്ട്സ്കേർട്ടിലല്ലേ, ബൈപ്പാസിലാണ്. സോ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പിന്നെ നമുക്കത് സ്വയം വെച്ചൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. നമുക്ക് എവിടെ നല്ല ഫുഡ് കൊടുത്താലും നമുക്ക് അവിടെ ആൾ വരും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഓക്കെയാണ്, അത് ഇതുവരെ സക്സസ് ആണ്. നമുക്കിപ്പം കുഴപ്പമില്ല, ബൈപ്പാസാണ്, അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നാച്ചുറൽ, അത്രയും നമ്മൾ അധികം നാച്ചുറലായിട്ട് കൊടുക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ആൾ വരും. അതിപ്പം എവിടെയാണെങ്കിലും കുമ്പളത്തെ പുട്ടുകട അവിടെ എല്ലാമാണ് നമ്മൾ പോയിട്ട് ട്രയൽസ് എടുത്തേക്കുന്നത്. അവിടെ നടന്നു ചെല്ലണം. അവിടെ ഒരു റഷിന് ഒരു സമയത്ത് ഒരു കുറവില്ല. നമ്മൾ മധുച്ചേട്ടൻ്റെ കട അവിടെ എല്ലാം ഒരു പ്രശ്നമില്ല. അവിടെ എല്ലാം നല്ലതായിട്ട് റഷ് വരുന്നുണ്ട്. അത്രയും ചെറിയ ഷോപ്പായിട്ട് ഫുഡ് കൊടുത്ത് ഉറപ്പായിട്ട് ആൾ വരും, നല്ല ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ കേട്ടു. ഒരു കാര്യം കൂടെ ചെയ്യാവോ? ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ പറയുന്നതായിരിക്കും. ലൊക്കേഷൻ ഇത് തിരുവല്ല, അതായത് ചങ്ങനാശ്ശേരി ടൗണിലേക്ക് കയറാതെ തിരുവല്ല കോട്ടയം ബൈപ്പാസാണ്. അത് ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ പാലത്തറ ബൈപ്പാസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ത്? പാലത്തറ ബൈപ്പാസ് എന്നാണ് ഇതിന്റെ അറിയപ്പെടുന്നത്. റോഡിന്റെ പേര്. അതെ. ഓക്കെ, ഒരു 300 മീറ്റർ റെയിൽവേ സ്റ്റേഷനാണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം നമ്മൾ കാന്താരിയെ കുറിച്ചുള്ള ഒത്തിരി ഡീറ്റെയിൽസ് കേട്ടു. ഇനി ഇപ്പോഴത്തെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിനെ പോയി പരിചയപ്പെടുക എന്നുള്ളതാണ്. സോ നമുക്ക് പോയാലോ? ഓക്കെ, തീർച്ചയായും. കൂടുതൽ ഫുഡിനെ കുറിച്ച് ഇനിയിപ്പോൾ ഷെഫിന്റെ അടുത്ത് നിന്ന് കേൾക്കാം. ഇതാണ് ഷെഫ്. ഹലോ, ഷെഫിന്റെ പേര് പറഞ്ഞോളൂ. ബിനു. അപ്പോൾ ഷെഫാണ് നമ്മളെ ഇന്ന് കുക്കിംഗ് എല്ലാം കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേറെ എന്താണ് പറയാൻ വേണ്ടിയുള്ള ഷെഫിന് കാന്താരിയെ കുറിച്ച്? ഷെഫായിട്ടുള്ളതെന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യമേ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി തന്നെ
ഇവരൊക്കെ ആദ്യം പോയി അങ്ങനെയാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത് തന്നെ. തൊട്ട് നെയ്ബേഴ്സാണ്. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവരും ബിനിച്ചേട്ടൻ്റെ കൂടെ കൊളീഗ്സും ഒക്കെയാണ് ഇവിടെ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിച്ച ജൂനിയേഴ്സ് എല്ലാവരും തന്നെ. ഇത് പ്രത്യേകത നമ്മൾ ഫുള്ള് ഇത് DHMR 5 years പഠിച്ച പിള്ളേർ തന്നെയാണ് കുക്കിംഗ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. നമ്മൾ വേറെ ബംഗാളീസോ ബംഗാളി നേപ്പാളി ഇല്ലെന്നല്ല, അവർ വാഷിങ്ങിനൊക്കെയാണ്, അവർ ക്വാളിറ്റി ഇല്ലെന്നല്ല. ഫുള്ള് നമ്മുടെ ആർക്കുട്ടി ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നല്ല ഷെഫുമാരും നോർത്ത് ഇന്ത്യൻ ഷെഫുമാരുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു ഫ്രണ്ട്സിന്റെ ഒരു യൂണിയൻ സർക്കിൾ തന്നെയാണ് അല്ലേ? ദാറ്റ്സ് സംതിങ് വെരി ഗ്രേറ്റ്. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അകത്ത് കിട്ടട്ടെ. അപ്പോൾ ഞാൻ എനിക്ക് അകത്തേക്ക് പോയി ഷെഫിനെ കൊണ്ട് ഓക്കെ. താങ്ക് യു സോ മച്ച്. സോ വിൽ ഗോ ഇൻസൈഡ് റൈറ്റ്. ഓക്കെ. ഓക്കെ, സോ ദിസ് ഇസ് ദ കിച്ചൺ. അപ്പോൾ പറഞ്ഞോളൂ, ഷെഫിനെ എന്നെ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചോ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഓക്കെ, നമ്മുടെ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ടിട്ട് വരാം. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മളെവിടെ എന്താണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ആ പാൽക്കപ്പ ഫിഷ് കറി തന്നെ ഫസ്റ്റ് അങ്ങ് നമുക്ക് ചെയ്തേക്കാം. പാൽക്കപ്പ ഫിഷ് കറി തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് പ്രോൺസ് ചുട്ടുള്ളി തവ പറയും നമ്മുടെ അത് ചുട്ടുള്ളി തവ ഫ്രൈ ആയിട്ട് നമുക്ക് ചെയ്ത് നമുക്ക് ശരി ഫൈൻ. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് അപ്പുറത്ത് പോകണോ? പാൽക്കപ്പ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷുവർ. സോ നമ്മൾ ഇപ്പോൾ പാൽക്കപ്പ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാണെന്ന് ഷെഫ് തന്നെ പറഞ്ഞു. നമ്മൾ കപ്പ വെള്ളം മാത്രം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് ബോയിൽ ആകുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം ബോയിലായിട്ടുണ്ട്. നമ്മളത് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കണം. ലൈറ്റായിട്ടൊന്ന് നമ്മളൊന്ന് ഉടച്ചെടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഓക്കെ, ഇതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ആർക്കും വേണമെങ്കിലും മസാലകളോ കാര്യങ്ങളോ ഒന്നും അധികമില്ല. അതായത് വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ കഴിക്കുന്ന ഒരു ഇതായിരിക്കും. അതുപോലെ കപ്പയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. നല്ല നാടൻ കപ്പ ചെയ്യുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് വരും. നമ്മൾ ഇതിൻ്റെ കൂടെ ഫിഷ് കറിയാണ് നമ്മളിവിടെ നമ്മളിപ്പോൾ കപ്പ ഏകദേശം വാഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റൗ ഫ്രൈ പാൻ ശകലം വെളിച്ചെണ്ണ. ഓക്കെ, അപ്പോൾ അത് നല്ല ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് എടുത്ത് തരാം. പറഞ്ഞാൽ മതി. എന്ത് വേണ്ടേ? ഇച്ചിരി കടുക് എടുക്കുക. കടുക് കാണാതില്ല. ജസ്റ്റ് ഒന്ന് കടുക് വന്നിട്ട് ഓക്കെ, കടുക് ഇപ്പം പൊട്ടിയിട്ടുണ്ട്. നമ്മൾ റെഡ് ചില്ലി ചില കറിവേപ്പില ഇട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ട് ഒന്ന് വഴറ്റിയാണ്. അതിനുശേഷം വഴറ്റിയിട്ട് നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന കപ്പ ഒരു ശകലം ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഓൾറെഡി മാഷും ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചേക്കുന്ന അപ്പം അതിനകത്ത് സാൾട്ട് മാത്രമേ ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അതിലൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതെ നമ്മൾ ഒരു പാല് നമ്മൾ അതെടുത്ത് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക. നല്ല തിക്കായിട്ട് നമുക്കിനി ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് പാലിൻ്റെ അളവ് കുറയ്ക്കാൻ തുടങ്ങി വാട്ടർ നമുക്ക് മിക്സ് ചെയ്യാനാണ്. നമുക്ക് ഇച്ചിരി വാട്ടർ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിന് ലൂസാക്കി നമുക്കിപ്പോൾ നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മസാലകളൊന്നുമില്ല ഇതിനകത്ത്. വരും നമ്മൾ തേങ്ങാപ്പാൽ വെളിച്ചെണ്ണ ഉപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സാൾട്ട് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പിടുക. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. ഫൈനൽ ടച്ച് ഇത് മിക്സ് ചെയ്യുക. പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. കോമ്പിനേഷൻ നോർമലി ഇവിടെ കൊടുക്കുന്നത് മീൻകറി, നമ്മൾ ഫിഷ് കറിയാണ്. അതായത് നമ്മൾ തേങ്ങ അരച്ച മീൻകറിയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കോമ്പോ ആയിട്ട്, മലബാർ സ്റ്റൈലിലുള്ള ഫിഷ് കറിയാണ് നമ്മൾ കോമ്പോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഒരു ഐറ്റമാണ്. അപ്പൊ ഇനി അടുത്തത് എന്താണ്? നമുക്ക് അടുത്തത് പ്രോൺസ് ഐറ്റം. എനിക്ക് ഓർമ്മയുണ്ട് നന്നായിട്ട് പ്രോൺസ് ആണെന്ന്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോൺസ് എങ്ങനെ ചെയ്യുന്നത് കാണാം.
നമ്മളാണെങ്കിൽ തീയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. പാനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ചുട്ടുള്ളി തവ ഫ്രൈ. ഉള്ളി, ചുട്ട ഉള്ളി, അതായത് ചുട്ട ഉള്ളി നമ്മൾ ചെറുള്ളി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ ഉള്ളി. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറുള്ളി തന്നെയാണ്. ചെറുള്ളി ലൈറ്റായിട്ട് നമ്മൾ തക്കാളി അതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ നമുക്ക് വറ്റൽമുളക്, പിന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകളാണ്. അത് നമ്മൾ അരച്ച് നമ്മൾ ചെയ്യാൻ പോകും. സ്റ്റാർട്ട് ചെയ്യാം. ശരി. നമ്മൾ ആദ്യമേ ആ ചുട്ട ഉള്ളി മസാല എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണാം. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്തു. അതിനകത്ത് നമ്മൾ ഇച്ചിരി കറിവേപ്പില, കുറച്ച് തക്കാളി, ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഇച്ചിരി സ്പൈസി ആവശ്യത്തിന് കണ്ടവർക്ക് അതിനനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ഇടാം. അതൊന്ന് സോട്ടാക്കുക. ശകലം വെളുത്തുള്ളി, ശകലം ഗ്രീൻ ചില്ലി ചോപ്പ്, പച്ചമുളക് ചോപ്പ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതെ, വറ്റലുണ്ട്, പച്ചമുളക് സ്പൈസിക്ക് വേണ്ടിയാണ്. ഇച്ചിരി പെപ്പർ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ്. നമ്മൾ അത് മിക്സിയിലോട്ട് മാറ്റാതെ നമ്മളിത് മസാല റെഡി ആയിട്ട് ഇത് പേസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്ത പേസ്റ്റ് ചെയ്തിട്ട് വരാം. നമ്മളത് മസാല നമ്മൾ അരച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വറ്റൽമുളകും ചെറുള്ളിയും എല്ലാം അരച്ച് നമ്മൾ പേസ്റ്റ് ആക്കി ഈ കളറിൽ നമുക്ക് സാധനം കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രോൺസ്, നമ്മളിത് പച്ചയായിട്ടുള്ള പ്രോൺസ് ആണ്. ഇത് നമ്മൾ കാണാൻ നിങ്ങൾക്ക് പച്ച ഒന്നും ചെയ്തിട്ടില്ല. ബോയിൽ ചെയ്തെടുക്കുക, മസാല ബോയിൽ ചെയ്തെടുക്കുക. ശകലം വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒഴിച്ച് അതിനകത്തോട് ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ശകലം മല്ലിപ്പൊടിയോ, ശകലം മസാലയിൽ ശകലം ലൈറ്റ് മുളക് പൊടി, മഞ്ഞപ്പൊടി വേണോ? ശകലം മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്യാണ്. ശകലം സാൾട്ടും വേണേൽ നമുക്ക് കേട്ടോ. ഇതിൽ ഇത്തരം പ്രോൺസിൽ വെച്ച സാൾട്ടൊക്കെ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ച സാൾട്ടും വേണേൽ ആഡ് ചെയ്യാം. ഇതിൽ സാൾട്ട് ഉള്ളൂ, കാരണം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിക്കാറുള്ളൂ, കാരണം ബാക്കി പ്രോൺസിൻ്റെ വെള്ളം ഇറങ്ങും. നമ്മൾ ആ വെള്ളം കളയുകയും ചെയ്യരുത്, കാരണം എന്നാലേ ആ പ്രോൺസിൻ്റെ ഫ്ലേവർ നമുക്ക് മസാല കിട്ടത്തുള്ളൂ. പ്രോൺസ് ബേസിക്കലി വേവാൻ ഒത്തിരി സമയം എടുക്കും. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോൺസ് നമ്മൾ ഓവർ ബോയിൽ ആയി കഴിയുമ്പോഴാണ് ഹാർഡായി പോകുന്നത്. കുക്കിംഗ് ടൈം കൂടുമ്പോൾ റബ്ബർ പോലെ ആവും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇപ്പം തന്നെ കാണാൻ പറ്റും പ്രോൺസ് ഓൾറെഡി കുക്കായിട്ടുണ്ട്. നമ്മളതിലോട്ട് നമ്മൾ അരച്ചു വെച്ച മസാല, മുമ്പേ സൂട്ട് ചെയ്ത് അരച്ചു വെച്ച മസാല നമ്മൾ ആഡ് ചെയ്യുന്നു. ഞാനത് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഉള്ളി, അതിനകത്ത് നമ്മൾ കുറച്ച് കടുകിട്ടില്ലേ? കടുകല്ല, സോറി, നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ ഇട്ടു. പിന്നെ വറ്റൽമുളക്, പച്ചമുളക്, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി ഇത്രയായിട്ട് നമ്മൾ നല്ല സൂട്ട് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുത്തു. പ്രോൺസ് കുക്ക് ചെയ്തെടുത്തു. നമ്മൾ ഇതുപോലെ ആ പ്രോൺസ് പിന്നെ ഗ്രേവിക്കകത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ സൂട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ റെഡിയായോ മസാല റെഡി, പ്രോൺസ് റെഡി, ചുട്ടുള്ളി തവ ഫ്രൈ റെഡി. ഇതിനെ കുറിച്ച് നമ്മൾ ഫ്രൈഡ് ഒനിയനിലൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് അത് നല്ല കുറച്ചുകൂടെ തിക്കാവും. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും വേറെ ആയിരിക്കും. ഇതാണ് നമ്മുടെ പ്രോൺസ് ചുട്ടുള്ളി തവ ഫ്രൈ. നമ്മുടെ മീൽസിൻ്റെ കൂടെ വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഓക്കെ, സോ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വി ഹിയർ അറ്റ് ദി ടേബിൾ റൈറ്റ് നൗ. നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ അമലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷെഫ് കോട്ടൊക്കെ മാറ്റി. ഹീസ് ഓൾ സെറ്റ് ടു ടെൽ us മോർ അബൌട്ട് കാന്താരി. അപ്പോൾ അമൽ സ്റ്റാർട്ട് ചെയ്തോളൂ. എന്താണ് കൂടുതൽ നമ്മൾ പറയാൻ വേണ്ടിയുള്ളത്? കാന്താരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് സർക്കിൾ
ബിൻചേട്ടനായിട്ട് നേരത്തെയുള്ള പരിചയം ഉണ്ടായിരുന്നു. പിന്നെ പഠിച്ച സമയത്ത് തൊട്ട് നമുക്ക് ചെറിയ ഷോപ്പ് തുടങ്ങണം. ഞങ്ങളവിടെ ചെറിയ രീതിയിൽ ഫുഡ് ഫെസ്റ്റിനൊക്കെ നടത്തുമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഷെഫാണോ എന്നുള്ള താല്പര്യത്തിൽ പോയതാണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ. പിന്നെ അത് ആർട്ടായതുകൊണ്ട് നമുക്ക് പറ്റുന്ന പണിയല്ലെന്ന് നമ്മളെ കൊണ്ട് പറ്റില്ല. അത് പാടാൻ അറിയാത്തവർ പാട്ട് പഠിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്രൗഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ബിൻചേട്ടനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബിൻചേട്ടനായിട്ട് കൺസൾട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ റെഡിയാക്കി വന്നു. അത്രയും ഉണ്ടായിരുന്നോണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ സ്റ്റഡി നടത്തി. പക്ക നാച്ചുറൽ ഫുഡ് കിട്ടുന്ന ഇഷ്ടംപോലെ കടകളുണ്ട്. അവിടെ വെറൈറ്റീസ് ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ. അവിടെ ചിലപ്പോൾ ഒരിടത്ത് പുട്ട് കിട്ടും, ചിലയിടത്ത് ഫിഷ് കിട്ടും, കുറച്ച് സ്ഥലത്ത് വേറെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക, ഇച്ചിരിയുടെ എന്താ പറയുക, ഇച്ചിരിയുടെ പോസ്റ്റ് സെറ്റപ്പിൽ ഫാമിലിക്ക് വന്നിട്ട് കഴിക്കാവുന്ന രീതിയിൽ ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അത്ര ഹൈലി റേറ്റഡ് അല്ലാതെ ചെയ്തെടുക്കുക എന്നുള്ള ഇതായിരുന്നു. അപ്പോഴത്തേക്കും ഇതെല്ലാം ഒത്തു വരുമ്പോൾ തന്നെ നമുക്കിപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഇതുള്ള പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് വിട്ടിട്ടാണ്. അപ്പോൾ ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ഇവിടം വരെ ട്രാവൽ ചെയ്യണം. അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോഴത്തേക്കും ഞങ്ങളത് ബാലൻസ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ മാക്സിമം വെറൈറ്റീസ് കൊടുക്കുക, നാച്ചുറൽ ഫുഡിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നാച്ചുറൽ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ജ്യൂസിലാണെങ്കിൽ പോലെ തന്നെ നമ്മൾ എനർജി ഡ്രിങ്ക്സ് തന്നെയാണ് സെർവ് ചെയ്യുക. അപ്പോൾ നാച്ചുറൽ സാധനങ്ങളാണ്. ഷെയ്ക്സ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കോഴിക്കോട് നിന്നുള്ള അവിൽ മിൽക്ക് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒത്തിരി ഫ്ലേവേഴ്സ് ചേർത്തിട്ടുള്ള നമ്മുടെ ഐസ്ക്രീംസ് ആണെങ്കിൽ നാച്ചുറലാണ്. ഞാൻ പറയുവായിരുന്നു അവിടെ തൊട്ട് നമ്മൾ നാച്ചുറലായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. കിച്ചണിലേക്ക് ഫുൾ നാച്ചുറൽ ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻലി പറയാനുള്ളത്. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചൈനീസ് എന്നുള്ളത്. അത് ഒരു ഹോട്ടലിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു ഇതാണ്. പാൽക്കപ്പയാണ്. ഫിഷ് കറി നമുക്ക് സമയത്തുള്ളതാണ് അവിടെ കാണിക്കാൻ പറ്റിയില്ല. നമ്മളത് ഓൾറെഡി നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ താറാവ് ഇവിടുത്തെ ഷാപ്പുകളിൽ ചെയ്തു വരുന്ന ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഹൈഫൈ ഹോട്ടൽസ് ചെയ്യുന്നതല്ല. ഇത് പക്ക നമ്മുടെ ഒരു ഷെഫിന് ഏകദേശം ഒരു 20 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഷാപ്പിൽ. അപ്പം പക്ക ഷാപ്പിൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെങ്കിൽ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ഷെഫ് തന്നെ സജസ്റ്റ് ചെയ്ത് എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം? ചൈനീസ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഷുവർ. അപ്പോൾ നിങ്ങളും കഴിക്കണം എൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് നമ്മുടെ ചൈനീസ് തന്നെ ട്രൈ ചെയ്യാം. ബിക്കോസ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് എൻ്റെ ചൈനീസ് ആക്ച്വലി സ്പീക്കിംഗ്. സൂപ്പർ. ഇതിനകത്ത് കടലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് സോട്ട് ചെയ്തെടുത്തേക്കാണ് അല്ലേ? വെരി നൈസ്. ഡ്രാഗൺ ചിക്കൻ വെരി നൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെരി നൈസ്, നല്ലതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാത്തിനും താങ്ക് യു പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഷെഫിൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം എന്തോന്നൊന്ന് പറഞ്ഞു കേൾക്കട്ടെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിരിയാണി തന്നെയാണ്. നമ്മളിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എനിക്കിത് പറഞ്ഞു തീർക്കണം. പ്രോൺസ് സൂപ്പർ സോഫ്റ്റ്, നല്ല മസാല, ലൈക്ക് സൂപ്പർ സോഫ്റ്റ് ആണ്. ലൈക്ക് റിയലി റിയലി സോഫ്റ്റ്, നല്ല സൂപ്പർ മസാല തന്നെയാണ്. നമ്മുടെ ചുട്ട പൊള്ളിച്ച് വെരി നൈസ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? ഡെഫിനറ്റ്ലി മസ്റ്റ് കം ആൻഡ് ട്രൈ ദിസ് ഔട്ട്. ഓക്കെ, ഇനി പറഞ്ഞു. അതന്നെ പറഞ്ഞു ഷെഫ് ഏതാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോറി, ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്തു. ബിരിയാണി തന്നെയാണ് മെയിനായിട്ട്. ബിരിയാണി തന്നെയാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി. നമ്മൾ ദം അടുക്കി കൊടുക്കുക. എല്ലായിടത്തും അറിയാമല്ലോ. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലായിടത്തും തന്നെ മസാല സെപ്പറേറ്റ്, ചിക്കൻ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ്, അങ്ങനെയാണ്. ഞങ്ങൾ മലബാർ ഏരിയയിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചതും പിന്നെ നമ്മുടെ കാന്താരി നമ്മുടെ സ്പെഷ്യാലിറ്റി ചേർത്ത് ഫ്യൂഷൻ സ്റ്റൈലിലാണ് നമ്മൾ സ്പെഷ്യൽ ബിരിയാണി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വലിയ കുഴപ്പമില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല കുഴപ്പമില്ലാതെ ഇന്ന് വരെ അത് പോകുന്നുണ്ട്. അത് നമ്മൾ വളരെ സന്തോഷമായിട്ടാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും ദമ്മ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ മീൻസ് അതൊരു ഭയങ്കര ലക്ക്. ഇവരുടെ ലവ് പാഷൻ, ഇവരുടെ സ്വഭാവം എല്ലാത്തിനെയും ബാധിക്കും. കാര്യം മീൻസ് അതിൻ്റെ ഫ്ലെയിം ഒന്ന് തെറ്റിയാൽ തന്നെ ഇവർക്ക്
ഒരിക്കലും നമുക്ക് ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പറയാൻ പറ്റുള്ളൂ. ഇവർ മാക്സിമം ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടാണ്. കാരണം ഇതിൻ്റെ അകത്തിരിക്കുകയാണ്, അതിൻ്റെ ഫ്ലെയിം ഇവരൊന്നും പോകുമ്പോൾ ഒന്നാണെങ്കിൽ തന്നെ അതിനെ ബാധിക്കുന്ന ഒരു കേസിട്ടാണ്. അതിൻ്റെ ഒരു സംഭവമാണ്. അതാണ് ഷെഫ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് സംഭവമാണ് നമ്മളത് ബിരിയാണി ചെയ്തെടുക്കുക. ദമ്മടിക്കാന്നുള്ളത്. ഓക്കെ, ഇനി ഒന്നുകൂടെ കഴിക്കും. ദമ്മ് പൊട്ടിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇന്ന് സെർവ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് എനിക്ക് ഇന്നും മറ്റേ ബിരിയാണി തന്നെയാണ് ഞാൻ ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഡിഷ്. ഭയങ്കര റിസ്കി ഫുഡാണ്. നമുക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് പെട്ടെന്ന് എല്ലാവരും കൂടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും ഈ ദമ്മടിക്കാൻ തന്നെ മെയിൻ സാധനം. പ്രത്യേകിച്ച് ഗ്യാസില്ല, എല്ലായിടത്തും കനലൊക്കെ ഹോട്ടലിൽ കിച്ചണിൽ ഒരിക്കലും കനൽ യൂസ് ചെയ്യാൻ പറ്റും, തീ സ്പ്രെഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ തന്നെ ദമ്മടിച്ച് മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ഇന്ന് വരെ നമ്മൾ കൊണ്ടുപോകുന്നത്. ടച്ച് വുഡ് മേഡ് ബി ലൈക്ക് ദാറ്റ് ഇറ്റ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ലൊക്കേഷൻ ഒന്ന് പ്രോപ്പറായിട്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ഇടയ്ക്ക് വെച്ച് വന്ന് കാണുന്നവർക്ക് ഒന്നും മിസ്സായി പോകല്ലോ. ഡെഫിനറ്റ് ആയിട്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇത് തിരുവല്ല കോട്ടയം ബൈപ്പാസ്. അത് ചാനശ്ശേരി ടൗണിൽ കയറാതെ എളുപ്പം പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. ഓക്കെ, റോഡിലോട്ട് ഇപ്പോൾ റഷായി വരുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഏറ്റവും ഈസി ആയിട്ട് പറയുവാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, പിന്നെ ബൈപ്പാസ് റോഡ് ചാനശ്ശേരി വരുന്ന ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് 300 മീറ്റേഴ്സ്. അല്ല, AKM സ്കൂളുണ്ട് തൊട്ടപ്പുറത്ത്, ജസ്റ്റ് അപ്പുറത്ത് 100 മീറ്റേഴ്സിൽ AKM സ്കൂളുണ്ട്. ഓർ കാന്താരി എന്നുള്ളത് കിട്ടുമോ ഗൂഗിൾ മാപ്പിൽ? സോ കാന്താരി എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, ഗൂഗിൾ മാപ്പിൽ വരിക അവിടെ. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിലും. ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും കഴിക്കാനുണ്ട്. ഞാൻ ഇനി ക്യാമറയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഡെഫിനറ്റായിട്ട് കഴിക്കുന്നതായിരിക്കും. ബിക്കോസ് പാൽക്കപ്പ എനിക്ക് ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിനും നല്ല ഫുഡ് സെർവ് ചെയ്ത് കുക്ക് ചെയ്ത് കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇവിടെ തന്നെ ഇരുന്നോളം, എഴുന്നേറ്റ് പോകണ്ട. സോ ഇനിയിപ്പം ഐ ക്യാൻ അഷ്യൂർ യു പീപ്പിൾ ദാറ്റ് യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഓവർ ഹിയർ. കുറച്ച് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ ആണെങ്കിലും യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഓവർ ഹിയർ ആൻഡ് ട്രൈ ഔട്ട് ദ ഫുഡ്. ബിക്കോസ് നാടൻ ഫുഡ് അല്ലെങ്കിൽ കുറച്ച് ഓത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ്, അത് എന്ത് പറയുന്നത്, ഓർഗാനിക് ഉള്ളിട്ടുള്ള ഫുഡും ഡെഫിനറ്റായിട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും. Because I tried, I tasted it and I really liked it, and so definitely നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. So I'll catch you on the next episode. Till then, stay healthy and eat good food.